സമസ്ത കേരള സാഹിത്യ പരിഷത്ത് എറണാകുളവും മൂത്തകുന്നം SNM ട്രെയിനിംഗ് കോളേജും ചേർന്ന് സുകുമാർ അഴീക്കോട് ജന്മശതാബ്ദി ആഘോഷം സംഘടിപ്പിച്ചു. സാഹിത്യ പരിഷത്ത് വൈസ് പ്രസിഡന്റ് ഡോക്ടർ TS ജോയി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ SK വസന്തൻ മാസ്റ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ സമൂഹത്തിൽ നിന്ന്, നമ്മുടെ പ്രഭാഷകന്മാരിൽ നിന്നും എഴുത്തുകാരിൽ നിന്നും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നതുമായ ഒരു പ്രമേയത്തെപ്പറ്റി മാത്രം ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് എഴുത്തിലെ നർമ്മബോധം ആണ്. നമ്മുടെ അധ്യക്ഷൻ സൂചിപ്പിക്കേണ്ടത് മാഷം എഴുത്തിലായാലും പ്രഭാഷണത്തിലായാലും എപ്പോഴാണ് ഈ നർമ്മത്തിൻ്റെ മത്താപ്പ് കത്തുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സാഹിത്യ അക്കാദമിയിൽ അദ്ദേഹം നിരവധി പ്രസംഗങ്ങൾ നടത്തി, ഒരുപാട് പ്രസംഗങ്ങൾ ഞാൻ കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്ങനെയൊക്കെയാണ് നമ്മളുടെ ലിപികൾ പരിഷ്കരിക്കേണ്ടത് എന്ന് അഴീക്കോട് മാഷ് പ്രഭാഷണത്തിൻ്റെ ഇടയിൽ പറഞ്ഞു. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് അധ്യാപകൻ എന്നുള്ളതിന് ദായും ഠായും ചേർത്താണ് എഴുതാറ്. ഇപ്പൊ വെറും ഥ മാത്രമേ എഴുതാറുള്ളൂ. അതിന്റെ യജമാനെ നഷ്ടമായി എന്ന് നമുക്ക് വേണമെങ്കിൽ മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്താം. നഷ്ടം വാക്കിനാണെന്നാണ് പറയുന്നത്. അഴീക്കോട് സാർ ഇവിടെ കാലഗതി പ്രാപിച്ചു, ഗർഭവാസം വെടിഞ്ഞു. പക്ഷെ വാക്കിന് അതിന്റെ യജമാനെ നഷ്ടമായി എന്ന് പറഞ്ഞുകൊണ്ട് ആ വലിയ പത്രം അതിന്റെ വിശാലത, അദ്ദേഹത്തിന്റെ വ്യക്തിത്വത്തിന്റെ വിശാലത എടുത്തു കാണിക്കുകയാണ് ഉണ്ടായത്. അപ്പൊ സാറ് ജീവിച്ചത് വാക്കുകളിലൂടെയാണ്. സാറിൻ്റെ അടുത്തൊരു വാക്ക് വരുമ്പോൾ നമുക്ക് ആ വാക്കുകൾ നമ്മൾ പ്രയോഗിക്കുന്ന രീതിയിലല്ല സാറിൻ്റെ അടുത്തേക്ക് വാക്കിൻ്റെ അർത്ഥം വരുന്നത്. അർത്ഥമാകെ മാറിപ്പോവും. നമ്മൾ പ്രയോഗിക്കുമ്പോൾ നമ്മുടേതായ അറിവില്ലായ്മ കൊണ്ട് നമ്മൾ ആ ശബ്ദധാരാവലി പറയുന്ന അർത്ഥമായിരിക്കും നമ്മൾ പ്രയോഗിക്കുക. സാർ അങ്ങനെയല്ല. NM പിയേഴ്സൺ മുഖ്യപ്രഭാഷണം നടത്തി. HMDP സഭാ പ്രസിഡന്റ് KV അനന്തൻ മാസ്റ്റർ, സഭാ സെക്രട്ടറി KS ബാലസുബ്രഹ്മണ്യം, ബാലസാഹിത്യകാരൻ CP പള്ളിപ്പുറം, കോളേജ് മാനേജർ D മധു, കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സുസ്മിത PS, സ്റ്റാഫ് സെക്രട്ടറി ഡോക്ടർ KS കൃഷ്ണകുമാർ എന്നിവർ അനുസ്മരണ പ്രഭാഷണങ്ങൾ നടത്തി. വളരെ അഭിമാനത്തോടു കൂടിയാണ് അദ്ദേഹത്തിന്റെ ഈ കലാലയത്തിൽ കുട്ടികൾ പഠിക്കാൻ വന്നിരുന്നത് എന്നൊക്കെ നമുക്കറിയാം. ആ കാലത്ത് അത് ഇവിടെ പഠിപ്പിച്ചിരുന്നു എന്നതിനേക്കാൾ ഈ സമീപ പ്രദേശങ്ങളിലെല്ലാം ഓടി നടന്ന് ആ സദസ്സുകളെല്ലാം സമ്പന്നമാക്കിയിരുന്നു എന്നതാണ് ഒരു സത്യം. ഞാൻ 1962 അദ്ദേഹത്തിന്റെ ഒരു പ്രഭാഷണം ഗൗരീശ്വര ക്ഷേത്ര മൈതാനിയിൽ കേൾക്കുന്നത്. ഇപ്പോഴത്തെ സദസ്സുകളോ മീറ്റിങ്ങുകളോ ഒന്നും അല്ല. അതായിട്ട് താരതമ്യം ചെയ്യാനും കഴിയില്ല. മണ്ണിട്ടാൽ താഴാത്ത പുരുഷാരം എന്ന് പറഞ്ഞാൽ അതേപോലുള്ള ആളുകൾ ഇത് കേൾക്കാൻ, ഈ സാഗര ഗർജനം കേൾക്കാൻ ഇങ്ങനെ കാത്തിരിക്കുന്ന കാലം. സുകുമാർ അഴീക്കോട് പ്രസംഗിക്കുന്നത് കേട്ട് അന്ന് വായിച്ചു വളരാൻ തുടങ്ങുന്ന ഞങ്ങളൊക്കെ അവിടെ ചെന്നിരുന്നു, മൈതാനത്തിരുന്നു. ഇവിടെ അത് കഴിഞ്ഞതിന് ശേഷം പക്ഷെ സാറൊരു പോസ്റ്റ് കാർഡ് അതിന് മറുപടി എഴുതിയപ്പോൾ നമ്മളുടെ എല്ലാവിധമായിട്ടുള്ള പ്രശ്നങ്ങളും ആ കത്തിൽ ആ ഒറ്റ പോസ്റ്റ് കാർഡുകൊണ്ട് മാറിപ്പോയി എന്നുള്ളതാണ്. പിന്നീട് പല സമയത്തും ഞാൻ സാറിനൊപ്പം ഈ നമ്മുടെ ഈ സാഹിത്യ പരിഷത്തിന്റെ മീറ്റിംഗിൽ പോലും ഒരുമിച്ച് പ്രസംഗിക്കാനൊക്കെ ചെന്നപ്പോൾ അദ്ദേഹത്തിന്റെ ആ കൈകളിൽ സ്പർശിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഹൃദയത്തിനകത്ത് നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള സ്നേഹം പ്രാസംഗികം മാത്രമായിരുന്നില്ല എന്നുള്ളൊരു തെളിവായിരുന്നു. ഇത്രയും വലിയൊരു സംഘാടകർ ആയിരുന്നു എന്നുള്ളത് തെളിയിച്ചാണ്. അപ്പൊ അതിൽ പങ്കെടുത്തിട്ടുള്ളവർക്ക് മാത്രം അതിൽ പങ്കെടുക്കാനും അതിന്റെ ആ കമ്മിറ്റിയിലുണ്ടായിരുന്ന ഒരാൾ കൂടിയാണ് ഞാൻ. അന്ന് ഈ കൊടപ്പുറം പാലമൊന്നുമില്ല, ഇവിടെ കടത്തി കിടന്ന് വേണം കൊടുങ്ങല്ലൂർക്ക് പോകാൻ. അങ്ങനെയുള്ളൊരു കാലത്ത് നടന്ന ആ ഒരു സമ്മേളനം അന്ന് കേരളത്തിലെ എല്ലാ പ്രമുഖ സാഹിത്യകാരന്മാരും കലാകാരന്മാരും പങ്കെടുത്ത സമ്മേളനമായിരുന്നു. ഒരാഴ്ചക്കാലൊക്കെ നീണ്ടുന്ന സമ്മേളനമായിരുന്നു ഈ കൊടുങ്ങല്ലൂരിൽ നടന്നത്. 65 ഞാൻ ജനിച്ചിരിക്കുന്നത്. ഒരു 70 ആ കാലഘട്ടത്തിലൊക്കെ അച്ഛനും അമ്മയും കൂടി ഇങ്ങനെ സംസാരിക്കുന്നത് മാത്രം എനിക്ക് കേട്ട് പറഞ്ഞു. ഇദ്ദേഹം ഒരു ഭയങ്കര ടവറാണ്, ഇദ്ദേഹത്തിനടുത്ത് നമുക്ക് സംസാരിക്കാൻ പേടി, അവർക്ക് പോലും പേടിയാണ് അദ്ദേഹത്തോട് എന്തെങ്കിലും കാര്യങ്ങൾ പറയാൻ. അങ്ങനെ ഒരു ചെറിയ ഓർമ്മ മാത്രമേ എനിക്ക് അദ്ദേഹത്തെ പറ്റി ഉള്ളൂ. പിന്നെ ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കുന്ന നമ്മുടെ സെന്റിനറി, ഞങ്ങളുടെ HMDP സഭയുടെ 100ാം വാർഷികത്തോടനുബന്ധിച്ച് നടക്കുന്ന
സാംസ്കാരിക സമ്മേളനത്തിൽ അദ്ദേഹം പ്രസംഗിക്കുന്നതാണ് ഞാൻ പിന്നീട് കേട്ടത്. ഞാൻ HMDP സഭ മാനേജ്മെന്റിനോട് ഒരു അനുവാദം ചോദിക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞു. ഏറ്റവും സന്തോഷത്തോടു കൂടിയാണ് നമ്മുടെ മാനേജ്മെന്റ് അതിന് സമ്മതം നൽകിയതും ഈ ഒരു വേളയിൽ ഇവിടെ നമ്മുടെ കോളേജിൽ ഇത് ഇത്രയും നിറവോടുകൂടി ആഘോഷിക്കപ്പെടുവാൻ സാഹിത്യ പരിഷത്തിന്റെ സഹായത്തോടു കൂടി നടത്തപ്പെടുന്നത്. ഈ ഒരു സന്മാഷവും പ്രത്യേകം ഒരു പരാമർശം പറയുകയാണ്. ഒരുപക്ഷെ ടീച്ചേഴ്സ് ട്രെയിനിങ് മേഖലയിൽ ശരിക്കും ഓർക്കേണ്ട ഒരാളാണ് സുകുമാർ അഴീക്കോട് സാർ. ഒരു തവണ സാറിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്ന നേരത്തെ, ഒരു പ്രോഗ്രാമിനെ കൊണ്ടുവരുന്ന നേരത്ത് B.Ed 1 വർഷം മാറ്റി 2 വർഷ കാലയളവിലേക്ക് ചില പെഡഗോജിക്കൽ ചർച്ചകളൊക്കെ, കരിക്കുലം ചർച്ചകളൊക്കെ നടക്കുന്ന സമയമായിരുന്നു. അപ്പോൾ ഇപ്പോൾ എത്ര വർഷമാണ്? 1 വർഷം തന്നെയാണ്. സാഹിത്യ പരിഷത്ത് ജനറൽ സെക്രട്ടറി ഡോക്ടർ നെടുമുടി ഹരികുമാർ സ്വാഗതവും ട്രഷറർ ഡോക്ടർ അജിതൻ മേനോത്ത നന്ദിയും പറഞ്ഞു. നീലാത്ത ഒരു പരിപാടിയിലേക്ക് ഞാൻ പ്രവേശിക്കുകയാണ്. നന്ദി പറയുന്ന ആളോട് ആർക്കും നന്ദി ഉണ്ടാകില്ല. കാരണം എങ്ങനെയെങ്കിലും ഇത് അവസാനിപ്പിക്കണമെന്ന് കാത്തിരിക്കുന്നവരോട് വീണ്ടും ഒരു പ്രസംഗം നടത്തുന്നത് ഏറ്റവും വലിയ നന്ദികേടാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അഴീക്കോടിനെ കുറിച്ച് പറയാൻ എനിക്കും നിരവധി സംഗതികളുണ്ട്. കാരണം അദ്ദേഹവുമായി ഒന്നിച്ച് യാത്ര ചെയ്യാനും അദ്ദേഹം പ്രസംഗിച്ച വേദിയിൽ പ്രസംഗിക്കാനൊക്കെ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. ഈ കോളേജിൽ ഒന്ന് വരാൻ കഴിഞ്ഞത് ജീവിതത്തിലെ ഏറ്റവും വലിയ മഹാഭാഗ്യങ്ങളൊന്നായിട്ട് ഞങ്ങൾ എല്ലാവരും കരുതുകയാണ്. അതിന് അവസരമൊരുക്കിയ മൂത്തകുന്നം SNM ട്രെയിനിങ് കോളേജിന്റെ ഭാരവാഹികളോട് ആദ്യമായി ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുക. സാഹിത്യവശം സുകുമാർ അഴീക്കോടിനെ ഏതെല്ലാം നിലകളിലാണ് വിലയിരുത്തേണ്ടത്, പരിചയപ്പെടേണ്ടത് എന്നുള്ളത് വളരെ ബുദ്ധിമുട്ട് സങ്കീർണമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ വ്യത്യസ്തങ്ങളായ മേഖലകളിൽ സംഭാവന നൽകിയിട്ടുള്ള ഒരു അതുല്യ സുകുമാർ അഴീക്കോടിന്റെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. അഴീക്കോട് മാഷിന്റെ ഗ്രന്ഥങ്ങളുടെയും മൂത്തകുന്നം SNM ട്രെയിനിങ് കോളേജ് പ്രിൻസിപ്പളായിരുന്ന കാലത്തെ ഫോട്ടോകളുടെ പ്രദർശനവും സംഘടിപ്പിച്ചു.